ഓഹരി പഠനം മലയാളം ആദ്യത്തെ മൊഡ്യൂൾ നമുക്ക് തുടങ്ങാം. സ്റ്റോക്ക് മാർക്കറ്റുകളിലേക്കുള്ള ആമുഖം. ആദ്യത്തെ ചാപ്റ്റർ നിക്ഷേപിക്കേണ്ടതിൻ്റെ ആവശ്യകത. എന്തിന് നിക്ഷേപിക്കണം എന്ന് നോക്കാനായിട്ട് ആദ്യം നമുക്ക് നിക്ഷേപിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കാം. ഇതിലേക്കായിട്ട് നമുക്കൊരു കേസ് സ്റ്റഡി പരിശോധിക്കാം. പ്രതിമാസം നിങ്ങൾക്ക് 50,000 രൂപ മാസ ശമ്പളം ഉണ്ടെന്ന് കരുതുക. നിങ്ങളുടെ ദൈനംദിന ചെലവിനായിട്ട്, അതായത് ഒരു മാസം 30,000 രൂപ നിങ്ങൾ മാസ ചെലവ് ഉണ്ടെന്ന് കരുതുക. ബാക്കി നമുക്ക് 50,000 രൂപ ശമ്പളമുണ്ട്, 30,000 രൂപ നമുക്ക് മാസം ചിലവുകളുമുണ്ട്. ബാക്കി നമ്മുടെ കയ്യിൽ മിച്ചമായിട്ടൊരു 20,000 രൂപയുണ്ടെന്നും കരുതുക. കണക്കിൻ്റെ എളുപ്പത്തിന് നമ്മൾ ഇതിൽ ടാക്സിൻ്റെ കാൽക്കുലേഷൻ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുകയാണ്. ഇല്ലെങ്കിൽ അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിപ്പോൾ. അതുകൊണ്ട് നമ്മൾ ടാക്സിനെ ഒഴിവാക്കിയിട്ടാണ് നമ്മുടെ ഈ അസംഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ കൂടുതൽ ക്ലാരിറ്റിക്കായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ അസ്യൂം ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ വർഷവും നമുക്ക് 10% ശമ്പള വർധനവ് ഉണ്ടെന്നും കൂടെ കരുതുക. ഇതോടൊപ്പം നമ്മുടെ ജീവിത ചെലവ് ഓരോ വർഷവും 8% വെച്ച് കൂടുന്നുണ്ടെന്നും കരുതണം. കാരണം ഇൻഫ്ലേഷൻ ബാധിക്കും, അതുകൊണ്ട് സാധനങ്ങളുടെ വിലയിൽ വ്യത്യാസം ഉണ്ടാകും. ആ 8% വില വർധനവും കൂടെ പരിഗണിക്കണം. നമ്മൾ 30ാമത്തെ വയസ്സിലാണ് ജോലിക്ക് പ്രവേശിക്കുന്നതെന്ന് കരുതുക. 50 വയസ്സ് വരെ നമ്മൾ ജോലി ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് 20 പ്രവൃത്തി വർഷങ്ങളായിരിക്കും ഉണ്ടാകുക. 50 വയസ്സ് കഴിഞ്ഞ് നമ്മൾ റിട്ടയർ ചെയ്ത് പിന്നീട് ഒരു ജോലിയും ചെയ്യുന്നില്ല എന്നും വേണം കരുതാനായിട്ട്. നമ്മൾ പ്രതിമാസത്തിലുള്ള എന്തൊക്കെ കാര്യത്തിനാണോ ചിലവഴിക്കുന്നത്, ഈ 20 വർഷവും ആ കാര്യങ്ങൾ മാത്രമേ വാങ്ങുന്നുള്ളൂ എന്ന് കരുതുക. അഡീഷണൽ ആയിട്ട് പുതിയ ഒരു കാര്യം പോലും നമ്മൾ വാങ്ങുന്നില്ല എന്നും വേണം നമ്മുടെ ചിലവ് സൈഡിൽ കരുതാനായിട്ട്. പ്രതിമാസം ബാക്കി ഉണ്ടാകുന്ന ഈ 20,000 രൂപ നമ്മൾ ഹാഡ് ക്യാഷ് ആയിട്ട് നമ്മുടെ വീട്ടിൽ കീപ്പ് ചെയ്യുന്നു എന്ന് വേണം വിചാരിക്കാൻ. ബാങ്കിലോ മറ്റ് പലിശ ലഭിക്കുന്ന ഒന്നിലും നിക്ഷേപിക്കുന്നില്ല, ഹാഡ് ക്യാഷ് ആയിട്ട് തന്നെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെന്ന് കരുതണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും 20 വർഷത്തിന് ശേഷം നമ്മുടെ ക്യാഷ് ബാലൻസ് എന്ന് പരിശോധിക്കാം. ഈ ടേബിൾ പരിശോധിക്കുമ്പോൾ ഒന്നാമത്തെ വർഷം നമുക്ക് 50,000 രൂപ വെച്ച് 12 മാസം ലഭിക്കുമ്പോൾ നമുക്ക് ഒരു വർഷം മുഴുവൻ 6 ലക്ഷം രൂപ ഉണ്ടാവും വരുമാനം. അതിന് നമ്മൾ പ്രതിമാസം 30,000 രൂപ ചിലവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വർഷം നമുക്ക് 3,60,000 രൂപയുടെ ചിലവുണ്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ ബാക്കി മിച്ചം നമ്മുടെ കയ്യിൽ 2,40,000 രൂപ ഒരു വർഷം ഉണ്ടെന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ രണ്ടാം വർഷം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞു നമ്മുടെ ഇൻകത്തിൽ നമുക്ക് 10% വർധനവുണ്ട്, നമ്മുടെ എക്സ്പെൻസിൽ നമുക്ക് 8% വർധനവുണ്ട്. അപ്പോൾ നമ്മുടെ മിച്ചം ഉണ്ടാവുക 2,71,000 രൂപയായിരിക്കും ആ വർഷം നമ്മുടെ കയ്യിൽ മിച്ചം. ഇങ്ങനെ കണക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 20 വർഷത്തിൻ്റെ അവസാനം നമ്മുടെ കയ്യിൽ 1,78,00,000 രൂപയോളം നമ്മുടെ കയ്യിൽ നീക്കിയിരിപ്പുണ്ടാവുമെന്ന് കാണാനായിട്ട് സാധിക്കും. ഈ സെനറിയയിൽ 1,70,00,000 രൂപയാണ് നമ്മുടെ കയ്യിൽ നീക്കിയിരിപ്പെന്ന് നമ്മൾ കണ്ടു. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, നമുക്ക് ഈ നീക്കിയിരിപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള മറ്റ് ചിലവുകളൊന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മളൊരു വീട് വാങ്ങിക്കുകയോ കാറ് വാങ്ങിക്കുകയോ ഒക്കെ ഈ മിച്ച പണം ഉപയോഗിച്ചാൽ നമ്മുടെ കയ്യിൽ 20 വർഷം കഴിയുമ്പോൾ ബാലൻസ് ഇതിലും കുറവായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലവുകൾക്ക് 8% വർധനവ് എല്ലാ വർഷവും നമ്മൾ പരിഗണിക്കുന്നുണ്ട്. അതായത് നമ്മൾ 50ാമത്തെ വയസ്സ് റിട്ടയർ ആയി കഴിഞ്ഞാൽ അടുത്ത വർഷങ്ങളിലും ഈ ചെലവിൻ്റെ വർധനവ് ഉണ്ടാകും. അങ്ങനെ നോക്കിയാൽ ഈ 1,70,00,000 രൂപ നമുക്ക് 8 വർഷത്തേക്ക് നമ്മുടെ ജീവിത ചെലവുകൾ മീറ്റ് ചെയ്യാൻ മാത്രമേ തികയത്തുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതൊരു അക്ഷരാർത്ഥം നമ്മളെ ഒരു ടെൻഷനാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇത്രയും കാലം സേവ് ചെയ്ത തുക നമുക്ക് അടുത്തൊരു 8 വർഷത്തേക്കും കൂടി മാത്രമേ തികയുള്ളൂ, നമ്മൾ നിക്ഷേപമൊന്നും നടത്തിയില്ലെങ്കിൽ. നമുക്കിപ്പോൾ രണ്ടാമത്തെ സെനേരിയോ ഒന്ന് പരിശോധിക്കാം. അതായത് നമ്മുടെ പ്രതിവർഷം നമ്മൾ മിച്ചം പിടിക്കുന്ന തുക നമ്മളൊരു 12% നമുക്ക് പലിശ ലഭിക്കുന്ന, റിട്ടേൺ ലഭിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള നിക്ഷേപ ഓപ്ഷനുകളിൽ നിക്ഷേപിക്കുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ക്യാഷ് ബാലൻസ് എന്ന് ഇനി നമുക്ക് നോക്കാം. അത് പരിശോധിക്കുമ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു വർഷം 6 ലക്ഷം രൂപയാണ് വരുമാനം. ഓരോ വർഷം നമുക്ക് ഇത്രയും 3,60,000 രൂപ ചിലവുണ്ട്, 2,40,000 രൂപ മിച്ചം പിടിക്കുന്നുണ്ട്. ഈ മിച്ചം പിടിക്കുന്ന തുക നാം എന്താണ്, ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്, നിക്ഷേപിക്കുകയാണ്. ആ നിക്ഷേപത്തിൻ്റെ പ്രതിവർഷം നമുക്ക് 12% പലിശ കിട്ടും. അങ്ങനെ 12% നമുക്ക് പലിശ 20 വർഷം കൊണ്ട് ലഭിക്കുകയാണെങ്കിൽ ആ നിക്ഷേപത്തിന് നമുക്ക് തിരിച്ച് 20 ലക്ഷം രൂപയുടെ റിട്ടേൺ നമുക്ക് ലഭിക്കും. ഇത്തരത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 20 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കയ്യിൽ ക്യാഷ് ബാലൻസ്
4,26,00,000 രൂപ ഉണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് നിക്ഷേപം നടത്തുന്നില്ലെങ്കിൽ 1,70,00,000 രൂപയാണ് കിട്ടുക. 12% വാർഷിക റിട്ടേൺ കിട്ടുന്ന ഒരു നിക്ഷേപത്തിൽ നമ്മൾ ആ പണം നിക്ഷേപിച്ചിരുന്നെങ്കിൽ നമുക്ക് 20 വർഷത്തിന് ശേഷം നമ്മുടെ നിക്ഷേപ തുക 4,26,00,000 രൂപയായിട്ട് വളരുന്ന കാഴ്ചയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് മുമ്പത്തേതിനേക്കാളും ഒരു 2.4 മടങ്ങ് കൂടുതലാണ്. അപ്പോൾ എന്തുകൊണ്ടും നിക്ഷേപം നടത്താത്തതിനേക്കാളും നല്ലതാണ് നിക്ഷേപം നടത്തുന്നതെന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കണ്ടു, നിക്ഷേപം നടത്തിയില്ലെങ്കിൽ നമ്മുടെ മിച്ച തുക നമുക്ക് ഏകദേശം ഒരു 8 വർഷത്തേക്ക് തികയുള്ളൂ. പക്ഷേ ഇതിനേക്കാളും 2.4 മടങ്ങ് കൂടുതൽ കിട്ടും 12% റിട്ടേൺ ഉള്ളൊരു നിക്ഷേപം നമ്മൾ നടത്തിയിരുന്നെങ്കിൽ. അപ്പോൾ നമുക്ക് കൂടുതൽ വർഷം നമ്മുടെ ജീവിത ചെലവുകൾ മീറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും നിക്ഷേപം എന്നുള്ളതെന്ന് ഈ കണക്കുകളിലൂടെ നമുക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടും. എന്തൊക്കെ തരത്തിൽ നമുക്കിപ്പോൾ നിക്ഷേപം നടത്തിയാൽ ഗുണങ്ങളുണ്ടാവും നമ്മൾ കണ്ടു. 8% വെച്ച് പണപ്പെരുപ്പമുണ്ട്. ആ പണപ്പെരുപ്പത്തിനെ കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് നേരിടണമെങ്കിൽ നമ്മൾ നിക്ഷേപം നടത്തണം എന്ന് ഈ കേസ് സ്റ്റഡിയിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അതുപോലെ ആദ്യം നമ്മൾ നോക്കി നിക്ഷേപം നടത്തിയില്ലെങ്കിൽ 1,70,00,000 രൂപയാണ്. നിക്ഷേപം നടത്തിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 4,26,00,000 രൂപയോളമാണ്. അപ്പം നമുക്ക് ഒരു വീടോ കാറോ അങ്ങനെയുള്ള ആസ്തികൾ സ്വന്തമാക്കാനുള്ള പണവും കൂടി നമുക്ക് അഡീഷണലായിട്ട് ലഭിക്കും എന്നുള്ളത് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരം ഇതുകൊണ്ട് കിട്ടും. അപ്പോൾ എന്തുകൊണ്ടും നിക്ഷേപിക്കാതിരിക്കുന്നതിന് നല്ലതാണ് നല്ല റിട്ടേൺ ഉള്ള നിക്ഷേപ ഓപ്ഷനുകളിൽ നമ്മൾ പണം നിക്ഷേപിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ക്യാഷ് ബാലൻസ് അവസാനം നല്ല ഒരു ആസ്തിയായിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ പൊതുവിൽ നിക്ഷേപം നടത്താതിരിക്കുന്നതിനേക്കാളും ഇൻഫ്ലേഷനെ പണപ്പെരുപ്പത്തിനെ നേരിടാനും നമ്മുടെ ആസ്തി വർദ്ധിപ്പിക്കുന്നതിനും മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിനും നിക്ഷേപം നടത്തുന്നതാണ് നല്ലത് എന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത ചാപ്റ്ററിൽ നമുക്ക് എവിടെയൊക്കെ നമുക്ക് നിക്ഷേപിക്കാം എന്നുള്ളത് നോക്കാം.